കൃഷ്ണ ഗുരുവായൂരപ്പ പുനത്രൈശ. സംപൂജ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. 23ാമത് ഭാഗവത സത്രത്തിന് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചത് ശ്രീകൃഷ്ണന്റെയും ഗുരുവായൂരപ്പന്റെയും ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകൾ സമർപ്പിച്ച ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹമായി കരുതുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളായി ഭാഗവത സത്രത്തിൽ നിരന്തരം വരാനുള്ള, പങ്കെടുക്കാനുള്ള അനുഗ്രഹം ഭാഗവത സത്ര സമിതി എനിക്ക് നൽകിയതിൽ നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. 23ാമത് ഭാഗവത സത്രം കഴിഞ്ഞ് അടുത്തതിൻ്റെ പിന്നത്തെ വർഷം, ഇത് 2005, 2006, 2007 ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ 2007 ആഗസ്റ്റ് 15 സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാഗവത സത്രത്തിൻ്റെ സിൽവർ ജൂബിലി വർഷമായി, രജത ജൂബിലി വർഷമായി വരികയാണ്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശങ്കരാചാര്യര് കേരളത്തിൽ നിന്ന് പോയി മഠങ്ങൾ സ്ഥാപിച്ചതുപോലെ ഈ ഭാഗവത സത്രത്തിൻ്റെ സന്ദേശം സമഗ്ര ലോകത്തിനും വിളക്ക് വയ്ക്കാൻ സമഗ്രമായ മാനുഷിക അറിവുകൾ നൽകിയ ആ ശ്രീകൃഷ്ണന്റെ സന്ദേശം ഭക്തിയുടെയും സാമൂഹിക ചൈതന്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെ അഗാധതയുടെയും ആത്മീയ പ്രഭയുടെയും ശ്രീകൃഷ്ണന്റെ ചൈതന്യം ഈ ഭാരതമെമ്പാടും എത്തിക്കാൻ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഭാഗവത സത്രത്തിലെ പ്രവർത്തകർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഈ സത്രത്തിൻ്റെ ആരംഭത്തിൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കട്ടെ. ശ്രീകൃഷ്ണൻ എന്നും എല്ലായിടത്തുമുണ്ട്. അവസാനം ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞൊരു വരി പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണ സന്ദേശത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കട്ടെ. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന. ഈ ക്രൈസിസിന്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവനായ അർജുന, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, മറ്റെല്ലാ ചിന്താധാരകളെയും തൽക്കാലം മാറ്റിവെച്ച് ഞാൻ പറയുന്ന പന്ഥാവിലൂടെ നീ നടക്കുക. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നിനക്കേൽക്കേണ്ടി വരുന്ന ഏത് പാപത്തിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം. അതാണ് ശ്രീകൃഷ്ണൻ 51.5 നൂറ്റാണ്ട് മുമ്പ് ഭാരതത്തിൽ ജനിച്ച് അവതാരമായി
എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ ജീവിതത്തില് അത്ഭുതകരമാം വിധം അനുഭവ സമ്പത്തുക്കൾ മാത്രം നേടിയ ശ്രീകൃഷ്ണൻ, ഒരിക്കലും കരയാത്ത ശ്രീകൃഷ്ണൻ, എല്ലാവരെയും ചിരിപ്പിച്ചപ്പോഴും ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ, ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി, ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിന്റെ പരമ്പരകള്. തനിക്ക് മുമ്പ് ജനിച്ച 6 പേരെയും കംസൻ വധിച്ചു. 7ാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 8ാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല. ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല. വസുദേവരുടെ തലയില് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ, സാധിക്കുമോ നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയാ. ഇവിടെ ജനിക്കുന്നതിനു മുൻപ് 12ാമത്തെ വയസ്സില് കംസനെ കൊല്ലുന്നതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു. കംസവധത്തിന് ശേഷം 17 പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു. അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല. സഹികെട്ട് ശ്രീകൃഷ്ണൻ തന്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി. ഗുജറാത്തില് അവിടെ കടലിന്റെ സൈഡില് ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു. തന്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി. അവിടെയും കൃഷ്ണൻ തളർന്നില്ല. ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല. മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവ്വതും ചെയ്ത ശ്രീകൃഷ്ണൻ, നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ? ഇരുന്നിട്ടില്ല. എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു? അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അർത്ഥം നിങ്ങൾക്കറിയാം. അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അർത്ഥം നിങ്ങൾക്കറിയാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട്. whenever the system in equilibrium is disturbed, the system will adjust itself in such a way that the effect of the disturbance will be nullified. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ? സാരമില്ല. ഏതെങ്കിലും ഒരു സിസ്റ്റത്തില് അതിന്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും. ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം, തം ദേവനിർമ്മിതം ദേശം, ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ഈ ഹിന്ദുസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ 10 പ്രാവശ്യം ഈശ്വരൻ വന്നത്. യെരുശലേമില് ദൈവം നേരെ വന്നില്ല, പുത്രനെ അയച്ചേ ഉള്ളൂ. മെക്കയിലേക്കും ദൈവം നേരെ വന്നില്ല, തന്റെ ദൂതനെ അയച്ച് ഗബ്രിയേലിനോട് പറഞ്ഞു ആ പാർട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉപദേശിച്ചു കൊടുത്തേക്കാൻ. പക്ഷേ ഈ നാട്ടിൽ മാത്രം
മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേ ദശ. 10 പ്രാവശ്യം ഈശ്വരൻ ഇവിടെ വന്നു. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. എന്തിന് ഈശ്വരന്മാർ ഇവിടെ വന്നു? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണൻ അതിനു മുൻപുള്ള അവതാരങ്ങളും ഭാരതഭൂമിയിൽ വന്നത്. ആ ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കണം. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? 3 വാക്കിൽ പറയാൻ സാധിക്കും. ഈ 3 വാക്കും ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ 3 വാക്കും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ശ്രീകൃഷ്ണൻ എല്ലാവർക്കും നൽകിയത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. വേറൊന്നും കൃഷ്ണൻ നൽകിയിട്ടില്ല. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അത് 26,500 ദിവസം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവനവന്റെ കർമ്മമണ്ഡലത്തില് കത്തിജ്വലിച്ചു പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ 3 ശക്തികൾ നൽകിയത്. ആ ശ്രീകൃഷ്ണനെ കുറിച്ചൊന്ന് ഓർക്കുക. എങ്ങനെയാ ഓർക്കാൻ സാധിക്കാം? നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചോ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യക്കാരനല്ലാത്ത സയന്റിസ്റ്റ് ആയത് കാരണം എല്ലാവർക്കും അദ്ദേഹത്തിനെ കുറിച്ച് നല്ലവണ്ണം അറിയാൻ സാധ്യതയുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നും പറയുമായിരുന്നു ഒരു വരി: The religion without science is lame and science without religion is blind. അർത്ഥം നിങ്ങൾക്കറിയാം. ആത്മീയതയില്ലാത്ത സയൻസ് അന്ധമാണ്, ശാസ്ത്രമില്ലാത്ത ആത്മീയത മുടന്തനാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാര്? ശ്രീകൃഷ്ണൻ. എങ്ങനെയാ ഇത് ആൽബർട്ട് ഐൻസ്റ്റീന് കിട്ടിയത്? ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ അശുഭാത്. ചിലപ്പോ സംസ്കൃതം പറഞ്ഞാൽ മലയാളത്തിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഊണ് കഴിഞ്ഞിട്ട് ഉറക്കം വരാത്തവർക്ക്. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ അശുഭാത്. Spiritual knowledge. If you are understanding that with the help of scientific knowledge, you will automatically get rid of all superstitions. ആത്മീയമായ അറിവ് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യാൻ സാധിച്ചാൽ എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഹേ അർജുന നീ മോചിതനാകും എന്ന വരി കൃഷ്ണനല്ലാതെ മറ്റാർക്കാ പറയാൻ സാധിക്കാം? അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാറുണ്ട്, I get inspiration for all my theorems and hypothesis from Bhagavad Gita. അർത്ഥം പറയാതെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇല്ലേ? എനിക്ക് എൻ്റെ എല്ലാ സിദ്ധാന്തങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും എനിക്ക് ആവേശം ലഭിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ്. As long as Bhagavad Gita is with me, I do not have any confusion in my life. എൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഉള്ളയിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്താ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രത്യേകത? ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ തലച്ചോറിന്റെ 1% ഉപയോഗിക്കാറുള്ളത്. 1% കപ്പാസിറ്റി ഓഫ് ദ ബ്രെയിൻ വി ആർ യൂട്ടിലൈസിങ്. ദൈവാനുഗ്രഹം. ആ 1% ഉപയോഗിച്ച് നമ്മൾ ഈ നാട് കുളം തോണ്ടുന്നത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ബാക്കി 99% നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഒരു വ്യക്തി മാത്രമാണ് തലച്ചോറിന്റെ 1.1% ഉപയോഗിച്ചിരിക്കുന്ന ആള്.
1.1%. Nobody else has ever utilized to the level of Albert Einstein. ആ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ദ ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകം എഴുതിയ ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറഞ്ഞൊരു വരി കൂടി ഞാൻ നിങ്ങളോട് പറയാം. It is not surprising that Albert Einstein carried with him the Bhagavad Gita for the last 10 years of his life. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിത കാലഘട്ടത്തിലെ അവസാനത്തെ 10 വർഷക്കാലം അദ്ദേഹം ഭഗവത്ഗീതയും കൊണ്ടാണ് നടന്നിരുന്നത്. അപ്പൊ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീന് ആവേശം നൽകിയത് ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീത. ഇനി രണ്ടാമത്തെ ഒന്നുകൂടി നോക്കാം. മൻഹാട്ടൻ എക്സ്പെരിമെന്റ് എന്ന ഒരു വലിയ പരീക്ഷണം 1942 നടന്നു. ആദ്യമായിട്ട് ലോകത്തിൽ ആറ്റം ബോംബ് പൊട്ടിക്കാനുള്ള എക്സ്പെരിമെന്റ് ഓപ്പൻഹീമർ എന്ന ശാസ്ത്രജ്ഞനാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദം, ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്തെ പ്രകാശം, ഇത് കണ്ടുകൊണ്ട് ആ ആറ്റം ബോംബ് വികസിപ്പിച്ചെടുത്ത ഓപ്പൻഹീമർ എന്ന ശാസ്ത്രജ്ഞൻ അത് നോക്കിക്കൊണ്ട് പറഞ്ഞത് ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദോത്തിത യദിവാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. എന്താ ഇതിന്റെ അർത്ഥം? ഭഗവത്ഗീതയിൽ നിന്നായതുകൊണ്ട് നമ്മൾക്ക് പലർക്കും അറിയാൻ സാധ്യതയില്ല. എന്താ കാരണം? നമ്മൾ ഇന്ത്യക്കാരാണ്. ആ ഭഗവത്ഗീതയില് ദിവി സൂര്യസഹസ്രസ്യ ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിക്കുന്ന പ്രകാശം ഞാനിതാ കാണുന്നു കൃഷ്ണ. പ്രപഞ്ചത്തില് ഇതിന് തുല്യമായ ഒരു കാഴ്ച കാണാൻ എനിക്ക് സാധ്യമല്ല എന്ന് BC 3140 കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് മനുഷ്യനായ അർജുനൻ അവതാരമായ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം കണ്ടുകൊണ്ട് പറഞ്ഞ അതേ വരിയാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയ സമയത്ത് ഓപ്പൻഹീമർ പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് പുറകോട്ട് പോകാം. ആറ്റം ബോംബിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയവൻ ആവേശം, ഭഗവത്ഗീത. ആറ്റം ബോംബ് പൊട്ടിച്ചവൻ ആവേശം, ഭഗവത്ഗീത. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് വാഷിംഗ്ടണില് ഒരു സെമിനാർ നടന്നു. ആ സെമിനാർ എന്തിൻ്റെതായിരുന്നു? നിരായുധീകരണ സെമിനാർ, ഇന്റർനാഷണൽ ഡിസാർമമെന്റ് സെമിനാറാണ്. അതിഗംഭീരമായ സെമിനാർ. അത് ഉദ്ഘാടനം ചെയ്തത് റഷ്യൻ ഫോർമർ പ്രസിഡന്റ് ഗോർബച്ചേവ്. ഗോർബച്ചേവ് നിങ്ങൾ കേട്ട് കാണും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെയുള്ള പാർട്ടിയല്ല, കുറച്ചും കൂടി നല്ല പാർട്ടിയാണ്. അദ്ദേഹം അവിടെ വാഷിംഗ്ടണിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെറുതെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് വിളിച്ച് ആദ്യം പറഞ്ഞ ശ്ലോകം സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതിൻ്റെയൊക്കെ അർത്ഥം കേട്ടാൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എക്സാമിനേഷൻ എഴുതി വരാൻ സാധിക്കും. അമ്മയ്ക്ക് അത്രയും കൂടി ടെൻഷൻ ഉണ്ടാവില്ല. അച്ഛന് ഹാർട്ട് ഉണ്ടെങ്കിലും അറ്റാക്ക് വരില്ല. ഈ ഒരു വരി സംഘാത് സഞ്ജായതേ കാമ, പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് വരുന്നത് കൊണ്ട് ആഗ്രഹം വർദ്ധിക്കുന്നു അർജുന. സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ. ആഗ്രഹം സബലീകൃതമായില്ല എങ്കിൽ അത് ദേഷ്യത്തിന് കാരണമായിത്തീരുന്നു. ക്രോധാത് ഭവതി സമ്മോഹ, ദേഷ്യം കൺഫ്യൂഷന് കാരണമായിത്തീരും. സമ്മോഹാത് സ്മൃതി വിഭ്രമഃ,
കൺഫ്യൂഷൻ അവനവന്റെ മെമ്മറി ലോസിന് കാരണമായി തീരും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, മെമ്മറി ഓർമ്മശക്തി നശിച്ചാൽ എ വൈസ് മാൻ വിൽ ബിക്കം ആൻ ഇഡിയറ്റ്. അതിന് തത്തുല്യമായിട്ടുള്ള മലയാളം ഇല്ല. വൈസ് മാൻ വിൽ ബിക്കം ആൻ ഇഡിയറ്റ് ആൻഡ് ബുദ്ധിനാശാത് പ്രണശ്യതി. ആ വൈസ് മാൻ ഇഡിയറ്റ് ആയാൽ, അവന്റെ കയ്യില് ആറ്റം ബോംബ് കിട്ടിയാൽ പ്രണശ്യതി. കൃഷ്ണാരാമ ഗോവിന്ദ. അർത്ഥം മനസ്സിലായല്ലോ? 3 പേരിന്റെ അർത്ഥം, ഇവിടത്തെ അർത്ഥം അത് തന്നെ. അതുകൊണ്ടാണ് ഗോർബച്ചേവ് പറഞ്ഞത്, ഭഗവത്ഗീതയിലെ വരി ഉപയോഗിച്ച് അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവിടെ ഈ ഭഗവത്ഗീതയിലെ വരിയാണ് ഇന്ത്യക്കാരനല്ലാത്ത ഗോർബച്ചേവ് ഇന്ത്യക്കാരല്ലാത്ത ഓഡിയൻസിനോട് ഇന്ത്യയല്ലാത്ത ഒരു രാഷ്ട്രത്തില് തന്റെ സുദീർഘമായ പ്രഭാഷണത്തില് ഒരൊറ്റ ഇംഗ്ലീഷ് വരിയും പറയാതെ ഉപയോഗിച്ചത്. ഇനി നമുക്കൊന്നുകൂടി പുറകോട്ട് വരണ്ടേ? ആറ്റം ബോംബ് ഉണ്ടാക്കിയവനാവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് പൊട്ടിച്ചവനാവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് വേണ്ട എന്ന് പറഞ്ഞവനാവേശം ഭഗവത്ഗീത. എന്തൊരു രസാണ്! ഈ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് കിട്ടുമോ? ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളത്, രാജമാണിക്യം എന്ന സിനിമയിൽ പറഞ്ഞ വേറെ എവിടെ കിട്ടും സാറേ ഇതൊക്കെ എന്ന ഈ നാട്ടില് പരമപവിത്രമായ രാജ്യത്തില് ചിലപ്പോ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഞങ്ങളുടെ മതഗ്രന്ഥം ഒന്ന്, അത് ബൈബിള്. മുസ്ലിങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ മതഗ്രന്ഥം ഒന്നേ ഉള്ളൂ, അത് ഖുർആൻ. നിങ്ങളുടെ മതഗ്രന്ഥം ഏതരപ്പ? ഞങ്ങളുടെ മൊത്തം അറിവ് ഒരു പുസ്തകത്തിൽ എഴുതാൻ അല്ല ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പുസ്തകത്തിൽ എഴുതിയാലും തീരാത്ത അത്ര അറിവുള്ളപ്പോ ഒരൊറ്റ പുസ്തകവും കൊണ്ട് നിങ്ങൾ നടക്കുന്നത് കഷ്ടമല്ലയോ എന്നൊന്ന് ചോദിക്കണ്ടേ? അവിടെയാ നമുക്ക് തെറ്റുപറ്റുന്നത്. എത്ര അറിവുകളുടെ കൂമ്പാരം! ഒരു ഭഗവത്ഗീത ആറ്റം ബോംബ് ഉണ്ടാക്കുന്നവന്, പൊട്ടിച്ചവന്, വേണ്ടെന്ന് പറഞ്ഞവൻ ആവേശം. അത്രയും ഈ 700 ശ്ലോകത്തിൽ താഴെയുള്ള ശ്ലോകം ഉപയോഗിച്ചാണ് മാട്രിക്സ് റെവല്യൂഷൻ എന്ന ഒരു സിനിമ അമേരിക്കയിൽ എടുത്തു. മാട്രിക്സ് റെവല്യൂഷൻ 1ാമത്തെ പാർട്ട് മാർക്കറ്റിൽ വന്നപ്പോൾ മുസ്ലിങ്ങൾ വിചാരിച്ചു ഇത് ഖുർആനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണെന്ന്. 2ാമത്തെ പാർട്ട് വന്നപ്പോൾ ക്രിസ്ത്യാനികൾ വിചാരിച്ചു ഇത് ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണെന്ന്. ഹിന്ദുക്കളൊന്നും വിചാരിക്കാറില്ല, കാരണം പണ്ടും ഇല്ല ഇന്നും ഇല്ല. അതുകൊണ്ട് 3ാമത്തെ പാർട്ട് വന്നപ്പോ അതിന്റെ ഡയറക്ടർ എഴുതി, ഈ സിനിമയില് ഇംഗ്ലീഷുകാർ പാടിയിരിക്കുന്ന പാട്ട് 16 ഭഗവത്ഗീത ശ്ലോകങ്ങളാണ്, 8 ബൃഹദാരണ്യോപനിഷത്ത് ശ്ലോകങ്ങളാണ്, 6 കേനോപനിഷത്ത് ശ്ലോകവും 4 ഈശാവാസ്യോപനിഷത്ത് ശ്ലോകവും ചേർത്ത് ഏതാണ്ട് 30ഓളം ശ്ലോകങ്ങൾ ഭാരതത്തിൽ നിന്നെടുത്താണ് മാട്രിക്സ് റെവല്യൂഷൻ പാർട്ട് 3 എന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെങ്ങാനും ആ സിനിമ ഒന്ന് കാണുകയാണെങ്കിൽ പൊട്ടിക്കരയും. എന്താ കാരണം? ഒരക്ഷരവും മനസ്സിലാവില്ല. പക്ഷേ ഒരു 5-6 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ മറ്റൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത്? മനസ്സിലാക്കാൻ പറ്റാത്തതും ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാവും. മനസ്സിലാക്കാൻ പറ്റാത്തതും ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്ന ആ ഉജ്ജ്വലമായ സിനിമയുടെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് നിങ്ങളുടെ കാറിനകത്തിട്ട് ഈ ഗ്ലാസ് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഫുൾ വോളിയം വെച്ചാൽ ഉറപ്പ് ഗ്ലാസിന്റെ ചില്ല് പൊട്ടും. അത്രയും വോയിസിലാണ് ആ മാട്രിക്സ് റെവല്യൂഷൻ പാർട്ട് 3 എന്ന സിനിമയില് ഭാരതീയ സംസ്കൃത ശ്ലോകങ്ങള് അതങ്ങ് അടിച്ച് കലക്കി പറയുന്നത്. ഭഗവത്ഗീത എവിടെ എത്തി നിൽക്കുന്നു? അത്ഭുതം തോന്നാറുണ്ട്. വെറുതെ അല്ല EK നായനാർ ഈ ഭഗവത്ഗീത കൊണ്ടുപോയിട്ട് പോപ്പിന് കൊടുത്തത്. അതോടുകൂടി പാർട്ടി നന്നായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ചിലരെ കൊണ്ട് ചിലത് കൃഷ്ണൻ ചെയ്യിക്കുകയാണ്. എന്തൊരു സംഭവമാണെന്ന് ആലോചിച്ചു നോക്കാം. ഇത്ര സിമ്പിളാ. EMS നമ്പൂതിരിപ്പാട് എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാ 2 വർഷം കൂടുമ്പോൾ ഒരു പുസ്തകം എഴുതും. 80 പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ 82 ഒരെണ്ണം എഴുതും. 82 പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞാൽ 84 എഴുതും. ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടോ കൊടുത്താൽ പോരെ പോപ്പിന്? അതൊന്നും ശരിയാവില്ല. 51.5 നൂറ്റാണ്ട് പഴഞ്ചൻ
ആരു പിന്തിരിപ്പൻ സവർണ വർഗീയ ഫാസിസ്റ്റ് മൂരാച്ചി മരട് കുണ്ടന്നൂര് ഈ സാധനമാണ് അവിടെ കൊണ്ടു കൊടുത്തത്. അതേ വർക്ക് ചെയ്യുള്ളൂ ഈ നാട്ടില്. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. 168 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളില് ഭഗവത്ഗീത സിലബസിന്റെ ഭാഗമാണ്. 4000 അമേരിക്കൻ സ്കൂളുകളില് ഭഗവത്ഗീത രാവിലെ 8:30ക്കും 8:45 ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചപ്പോൾ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര്, എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രൊഫസർമാര് അനലൈസ് ചെയ്തപ്പോൾ കണ്ടത് കുട്ടികളുടെ ബിഹേവിയറൽ പാറ്റേൺ ഈസ് ഇംപ്രൂവിംഗ് tremendously and violent change. I use the word violent in the positive sense, not in the negative sense. അത്രയും ഉജ്ജ്വലമായിട്ട് ആ ഭഗവത്ഗീത സ്വാധീനിക്കുന്നു എന്ന് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഭഗവത്ഗീതയുടെ ചിന്താധാരകള് അനസ്യൂതം പ്രവഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയില് മൻമോഹൻ സിംഗ് റഷ്യയിലേക്ക് പോയപ്പോ റഷ്യയിലെ ബിഷപ്പ് പറഞ്ഞു ശ്രീകൃഷ്ണൻ പിശാചാണ് എന്ന്. നിങ്ങൾ കേട്ട് കാണുമില്ലേ ശ്രീകൃഷ്ണൻ പിശാചാണ് എന്ന്? അപ്പെനിക്ക് തോന്നി യേശു ക്രിസ്തുവിനെ കയറി പിടിച്ചത് ഈ പിശാച. അതാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ യേശു ക്രിസ്തു കഷ്ടപ്പെട്ടത്. അപ്പൊ കൃത്യമായിട്ട് ബിഷപ്പ് പറഞ്ഞത് ഈ പരമപവിത്രമായ ശ്രീകൃഷ്ണനെ ഏത് വാക്ക് ഏത് ബിഷപ്പ് ഉപയോഗിച്ചാലും 2000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തെ വെസ്റ്റേൺ ഡെവലപ്ഡ് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് ത്രോൺ ദാറ്റ് ഔട്ട്. അതേ സ്ഥാനത്ത് എത്ര 1000 വർഷം പഴക്കമുള്ള നമ്മുടെ ശ്രീകൃഷ്ണന്റെ വരിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ റഷ്യയില് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാനാ മൻമോഹൻ സിംഗ് പോയത്. വേറൊന്നിനുമല്ല പോയേട്ടോ. റഷ്യയിലെ എവിടെ വേണമെങ്കിലും നോക്കിക്കോളാം, ഉറപ്പാ 21ാം നൂറ്റാണ്ടിലെ ഭാരതം, ആ ഭാരതത്തിന്റെ സന്ദേശം ലോകം 2 ചെവിയും കൂർപ്പിച്ച് കേൾക്കുന്നുണ്ട്. ഷിക്കാഗോയിലെ പ്രഭാഷണം കഴിഞ്ഞു പുറത്തേക്കിറങ്ങി മിഷിഗണിലേക്ക് പോയ സ്വാമി വിവേകാനന്ദൻ അനാർബറിൽ എത്തിയപ്പോൾ അവിടുത്തെ പത്രപ്രതിനിധികൾ ചോദിച്ചു അത്രേ, വൈ യു ആർ ബ്രിങ്ങിങ് ഹിയർ യുവർ സ്റ്റുപ്പിഡ് റിലീജിയൻ ഇൻ ദിസ് കൺട്രി? വി ആർ ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി പീപ്പിൾ. ഞങ്ങളൊക്കെ ശാസ്ത്ര മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അമേരിക്കക്കാര്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ നാട്ടിലെ ഈ 6 പഴഞ്ചൻ മതം ഇവിടേക്ക് കൊണ്ടുവരുന്നത്? സ്വാമി വിവേകാനന്ദൻ കുറച്ച് ഗട്ട്സുള്ള പാർട്ടിയാ. അദ്ദേഹം എന്താ പറഞ്ഞറിയാവോ? ഐ നോ മൈ ഡിയർ ഫ്രണ്ട്സ്, 20th century belongs to you, but 21st century belongs to us. 21ാം നൂറ്റാണ്ട് ഭാരതീയരുടേതാണ്. സത്യമതാണ്. ആ സത്യത്തിലല്ല സത്യങ്ങളില് ശ്രീകൃഷ്ണ സന്ദേശം അസാമാന്യമായ സ്വാധീനമാണെന്ന് വരുത്തുന്നത്. 2000 ആണ്ട് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് തൽക്കത്തോറ സ്റ്റേഡിയത്തില് 4000 ബിഷപ്പുമാർക്ക് വത്തിക്കാനിലെ പോപ്പ് ഒരു സന്ദേശം കൊടുത്തു. യു ഷുഡ് ലേൺ ഭഗവത്ഗീത ആൻഡ് ഉപനിഷത്സ്. they are going to conquer the world now. Our Bible is not the only enough book. എന്താ ഒരു അത്ഭുതം! ഞാൻ ആദ്യം കേട്ടത് പോപ്പ് 4000 ബിഷപ്പുമാർക്ക് സർക്കുലർ അയച്ചു എന്നാ ഞാൻ കേട്ടത്. കഴിഞ്ഞ വർഷം ജനുവരി മാസം 1-ാം തീയതി വൈകുന്നേരം കൊല്ലത്ത് കന്റോൺമെന്റ് ഗ്രൗണ്ടില്, പോലീസ് സ്റ്റേഷനിലല്ല, കന്റോൺമെന്റ് ഗ്രൗണ്ടില് ഒരു സർവമത സമ്മേളനം നടന്നു. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു 4000 ബിഷപ്പുമാർക്ക് വത്തിക്കാനിലെ പോപ്പ് ഭഗവത്ഗീത പഠിക്കുന്നതിനെ കുറിച്ച് സർക്കുലർ അയച്ചു എന്ന്. അപ്പോഴറിഞ്ഞ് അഞ്ചലിലെ സെയിന്റ് ജോൺസ് കോളേജിലെ പ്രിൻസിപ്പാള്, അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഡോക്ടറെ, പോപ്പ് സർക്കുലർ അയച്ചതല്ല, ഞങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞതാ തൽക്കത്തോറയിൽ വെച്ച്. ഇപ്പൊ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞ വെരി ഗുഡ്. പോസ്റ്റൽ അയച്ചാൽ മിസ് ചെയ്തെന്ന് വരും. ഫേസ് ടു ഫേസ് ഭഗവത്ഗീത പഠിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താ ഒരു മാറ്റല്ലേ!
ഈ 51.5 നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീകൃഷ്ണ സന്ദേശം പഠിക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരിക്കും? ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് ഓർമ്മിക്കാൻ 3 വാക്കുകൾ പറഞ്ഞു. അതിനു വേണ്ടി തന്നെ. എന്തിനു വേണ്ടിയാ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ഭഗവത്ഗീതയിലേക്ക് കടക്കാം. ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് മിക്കവാറും ഇവിടെ ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അതാണ് പ്രധാന ലക്ഷ്യം. ഏതായാലും ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇനി സമയമില്ല, ആവശ്യമില്ലാത്തത് കൊണ്ട് ഭഗവത്ഗീതയിലെ 4 വരികൾ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. മറ്റെല്ലാം പഠിക്കേണ്ടെന്നല്ല, ഈ ഭാരതത്തിലെ പൈതൃകം മൊത്തം പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിക്കുക. അത് പറ്റിയില്ലെങ്കിൽ മഹാഭാരതം പഠിക്കുക. അത് പറ്റില്ല എന്നുള്ളത് ഉറപ്പാ. ഭഗവത്ഗീതയെങ്കിലും പഠിക്കാം. ഭഗവത്ഗീതയും പറ്റിയില്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കുക. അതും പറ്റിയില്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം പഠിക്കുക. അതും പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ വരിയെങ്കിലും പഠിക്കാം. ചിത്രഗുപ്തന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം പറയും യൂസ്ലെസ് ഫെല്ലോ എന്ന്. അത് തലയിലെഴുത്ത്. ഞാൻ വിചാരിച്ച രക്ഷയില്ല. ആ ഭഗവത്ഗീതയിൽ ഓർക്കേണ്ടതായ 1-ാമത്തെ വരി, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന. വരച്ചു പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുമായി ബന്ധപ്പെടുന്ന സർവരോടും പറയണം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? ഉദ്ധരേത് ആത്മനാത്മാനം. ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ ആഴ്ചയും, ഓരോ ദിവസവും, ഓരോ സെക്കൻഡും ജീവിതത്തിൽ ഉയരുക, മുകളിലേക്ക് മുകളിലേക്ക് ഉയരുക. ന ആത്മാനം അവസാദയേ. ഒരിക്കലും അവനവനെ ഡെനിഗ്രേറ്റ് ചെയ്യുന്ന, ബിലിറ്റിൽ ചെയ്യുന്ന, താഴ്ത്തിക്കെട്ടി പറയുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. ആത്മൈവ ഹി ആത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന. അവനവനാണ് അവനവന്റെ ഏറ്റവും വലിയ ബന്ധു. അവനവനാണ് അവനവന്റെ ഏറ്റവും വലിയ ശത്രു. ഈ 2 വരികൾ നിങ്ങൾ പഠിച്ചാൽ, അതിൻ്റെ അർത്ഥമൊന്ന് അനലൈസ് ചെയ്താൽ, അതൊന്ന് വിശകലനം ചെയ്ത് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മാറും. ഉറപ്പാണ്. ഉദ്ധരേദാത്മനാത്മാനം. ഒരു ഭാര്യ നല്ല ഭാര്യയായിട്ട് ഉയരുക, ഒരു ഭർത്താവ് നല്ല ഭർത്താവായിട്ട് ഉയരുക, ഒരു അധ്യാപകൻ നല്ല അധ്യാപകനായിട്ട് ഉയരുക, ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഏറ്റവും കുറഞ്ഞത് കൈക്കൂലിയെങ്കിലും മേടിക്കാണ്ടിരിക്കുക. ഉയരുക. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. അവനവനെ താഴ്ത്തുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? അപ്ലൈഡ് ഫീൽഡിലേക്ക് ഒന്ന് മാറ്റി നോക്കുക. ആത്മൈവ ഹി ആത്മനോ ബന്ധുഹു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാണ്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാ, പ്രിയപ്പെട്ട അർജുന, നീയും നിന്റെ കർമ്മത്തില്, നിന്റെ ധർമ്മത്തില്, നിന്റെ വീക്ഷണത്തില്, നിന്റെ ചിന്തയില്, നിന്റെ ഔട്ട്ലുക്കില് ഓരോ ദിവസവും വ്യത്യാസപ്പെടുത്തി ഉയർന്നുകൊണ്ടേയിരിക്കുക. നിന്റെ സ്ഥാനത്ത് നീ ഇരിക്കുന്നിടത്തോളം കാലമെങ്കിലും സ്വയം താഴാതിരിക്കുക. നീയാണ് എന്തു ചെയ്യണം, എന്തു പറയണം, എന്തു കേൾക്കണം, എന്തു ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നീ തന്നെയാണ് എന്തെല്ലാം വേണ്ട എന്ന് തീരുമാനിക്കുന്നതും. അതാണ് 1-ാമത്തെ വരി, മറക്കരുത്. 2-ാമത്തെ വരി ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് അർത്ഥം നിങ്ങൾക്കറിയാം. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യതേ അശുഭാത്. എന്തിന് നെറ്റിയിൽ ചന്ദനം തൊടണം,
എന്തിന് നെറ്റിയിൽ കുങ്കുമം തൊടണം? എന്തിന് തുളസി ചെവിയിൽ വെക്കണം? എന്തിന് 5:30 മണിക്ക് എഴുന്നേൽക്കണം? കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം, പ്രാർത്ഥിക്കണം, ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് വടക്കോട്ട് തലവെച്ച് കിടക്കരുത്? എന്തുകൊണ്ട് പുതിയ വീട്ടിൽ ഗണപതി ഹോമം നടത്തണം? എന്തിന് ഭാര്യയും ഭർത്താവും കൈപിടിച്ച് അഗ്നിക്ക് 3 പ്രദക്ഷിണം വെക്കണം വിവാഹ സമയത്ത്? എന്തിന് ഭർത്താവ് ഭാര്യയുടെ വലത്തെ തോളില് കൈവച്ച് സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സമ്രാജ്ഞി നനാന്തരീ ഭവ സമ്രാജ്ഞി, എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, നീ എൻ്റെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക. എൻ്റെ അച്ഛനമ്മമാർക്ക് സമ്രാജ്ഞിയായിട്ട് കയറി വരിക. എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് സമ്രാജ്ഞിയായിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ എന്തിന് ഭർത്താവ് ക്ഷണിക്കണം? ഭർത്താവിന്റെ ജന്മദിനത്തിന് ഭാര്യയാണ് അമ്പലത്തിൽ വഴിപാട് കൊടുക്കേണ്ടത്. ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവാണ് അമ്പലത്തിൽ വഴിപാട് കൊടുക്കേണ്ടത്. രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ എന്തിനു പോകണം? എന്തിന് ആൽമരത്തിന് 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം? എന്തുകൊണ്ട് അമ്പലത്തില് ഡീപ്പ് ബ്ലൂ, ഡീപ്പ് ഗ്രീൻ, ഡീപ്പ് റെഡ് ഡ്രസ് ഇട്ടുകൊണ്ട് പോകരുത്? തിരിച്ച് ഞാൻ അതേ ശ്ലോകത്തിലേക്ക് വരാം. ജ്ഞാനം വിജ്ഞാന സഹിതം. ഏത് ആചാരങ്ങളും ഏത് വിശ്വാസങ്ങളും ഏത് ഗ്രന്ഥവും ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലൂടെ വിശകലനം ചെയ്യാൻ ഹിന്ദുക്കൾ പഠിക്കണം. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാനല്ല, ചോദ്യം ചെയ്ത് വിശ്വസിക്കണം. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം ദമതി സമ്പദത്രൈഃ ധ്യാവാ പൃഥിവീ ജനയന്തേവയേകാഃ. ഈ പ്രപഞ്ചം മുഴുവനും കണ്ണുകൾ ഉപയോഗിച്ച് അന്വേഷിക്കണം, ചെവി ഉപയോഗിച്ച്, തലച്ചോറ് ഉപയോഗിച്ച്, കാലുപയോഗിച്ച്, കൈകൾ ഉപയോഗിച്ച് നടന്ന് അനലൈസ് ചെയ്ത് സത്യം എന്തെന്ന് കണ്ടുപിടിക്കണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതൊന്നും ഹിന്ദുക്കൾ ചെയ്യരുത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതൊന്നും ഹിന്ദുക്കൾ ചെയ്യരുത്. താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിബതി. അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അച്ഛനോട് ബഹുമാനം കാണിക്കാൻ എന്തിനാ ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കുന്നത്? അച്ഛനോട് ബഹുമാനം കാണിക്കാൻ ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കള് അതേപോലെ ഒന്നും തെറ്റ് ചെയ്തുകൊണ്ട് പോവേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് തലശ്ശേരിയില് കുറേ പ്രഭാഷണം ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഇപ്പോഴും മുത്തപ്പന്മാരുണ്ട്. MLA-മാരുടെ പേരല്ല, ദൈവത്തിന്റെ പേരവിടെ. മുത്തപ്പന്മാര് അവിടെ കള്ള് നിവേദ്യം, അതുപോലെ മട്ടണും ചിക്കനും മീൻ നിവേദ്യം ഇതെല്ലാം ഉണ്ട്. ആട്ടറക്കലുണ്ട്, അതുപോലെ തന്നെ കോഴി അറക്കലുണ്ട്. എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇത് നിർത്തണം, യാതൊരു സംശയവും ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ 27 ക്ഷേത്രങ്ങളില് പ്രതിഷ്ഠ നടത്തി, ശിഷ്യന്മാരെ കൊണ്ട് 14 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെയുള്ള ദുർദേവതകളെ പിഴുതെറിഞ്ഞ് ഉജ്ജ്വലമായ വൈദിക ദേവതകളെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ദുരാചാരങ്ങൾ മാറ്റണം. അപ്പൊ അതിനിടയ്ക്ക് നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, സാർ, കഴിഞ്ഞ 120 വർഷമായിട്ട് ഇവിടെ ആടിനെ അറക്കുന്നുണ്ട്, അത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാൻ അമ്മയെ തല്ലാറുണ്ട്, പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? 21 വർഷമായിട്ട് അമ്മയെ തല്ലുന്നത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? പതുക്കെ പതുക്കെ നിർത്തണോ അമ്മയെ തല്ലുന്നത്? തെറ്റ് 120 വർഷമല്ല 500 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ? തെറ്റ് തിരുത്ത് തന്നെ വേണം. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ആചാര്യനിൽ നിന്ന് കാൽഭാഗം തന്നെത്താനെ വിശകലനം ചെയ്ത്, കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത്, ബാക്കി കാൽഭാഗം ജീവിതത്തിലെ പന്താവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ
ജീവിത പന്താവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അഡീഷൻസ്, ഡിലീഷൻസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് കറക്ഷൻസ്, അഡീഷൻസ്, ഡിലീഷൻസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് കറക്ഷൻസ് ആർ റിക്വയർഡ്. ഭാരതീയർ പറഞ്ഞു. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത്. ചിലപ്പോ ചിലര് പറയാറുണ്ട്, ആദത്തിൻ്റെയും അവയുടെയൊക്കെ കഥ. 7ാമത്തെ ദിവസം ആദത്തിനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് മൊത്തം തീർന്നു. ഇതെന്തൊരു ദൈവ, കയ്യിലുള്ളത് മൊത്തം തീർന്നു. പിന്നെന്താ ചെയ്ത്? ആദത്തിൻ്റെ വാരിയെല്ലെടുത്ത് അവയെ ഉണ്ടാക്കി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അവിടെ? എന്തൊരത്ഭുത! 2 കുട്ടികളുണ്ട്, കുറച്ച് ഗോതമ്പ് മാവേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്താ അമ്മ ചെയ്യാറുള്ളത്? ആ ഗോതമ്പ് മാവിൻ്റെ 2 ഉരുള ഉണ്ടാക്കിയിട്ട് 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഓരോന്ന് വീതം 2 പേർക്ക് കൊടുക്കും. ആ അമ്മയുടെ കോമൺ സെൻസ് ഈ ദൈവത്തിനില്ലേ? ഒരെണ്ണത്തിനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സാധനം തീർന്നു, പിന്നെ പറ്റണില്ല. ഇതെന്തൊരു അത്ഭുതം! ഇന്ന് അറിയണ്ട പാർട്ടി, ഒരാളെ ഉണ്ടാക്കിയാൽ പോരാ, മറ്റൊരാളെയും കൂടി ഉണ്ടാക്കണം, എന്നാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അതുപോലും ചിന്തിക്കാൻ പറ്റാത്തവർ. എന്നിട്ട് കഷ്ടപ്പെട്ട അവയെ ഉണ്ടാക്കി. 2 എണ്ണത്തിനെ ഉണ്ടാക്കിയുള്ളൂ. ഒരു മകനുണ്ടായി, അത് വലിയ വിഷമമുള്ള കാര്യമല്ല. ആ മകൻ കല്യാണം കഴിച്ചു. അപ്പോഴാണ് അച്ഛനൊരു സംശയം, ഈ മകൻ കല്യാണം കഴിച്ച പെണ്ണ് എവിടെ നിന്ന് വന്നു? ദൈവം 2 എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിൽ നിന്നൊരു മകനുണ്ടായി. ഇയാൾ കല്യാണം കഴിച്ചെങ്കിൽ വേറൊരു പെണ്ണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെയാ കൃഷ്ണൻ പറഞ്ഞത്. എന്താ കൃഷ്ണൻ പറഞ്ഞത്? ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത്. അപ്പോ ആദത്തിൻ്റെയും അവയുടെയും മകൻ കായീൻ വിവാഹം കഴിച്ചു. കായീൻ്റെ മകൻ മെഹ്റോൻ വിവാഹം കഴിച്ചു. മെഹ്റോന്റെ മകൻ ആബേല് വിവാഹം കഴിച്ചു. അത് ശരി, അപ്പ പെണ്ണുങ്ങൾ വേറെ ധാരാളം ഉണ്ടായിരുന്നു അല്ലയോ? അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ചെന്നിട്ട് അവിടെയുള്ള ഗ്രാമീണരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കാൻ. ക്രിസ്ത്യാനികൾ ഇത് മുഴുവൻ വായിച്ചു. പക്ഷെ ഗോപാലകൃഷ്ണന്റെ കുനുഷ്ടു ബുദ്ധിയില് ഒരു ചോദ്യം, അപ്പൊ ഈജിപ്തിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നോ? ദൈവം 2 എണ്ണത്തിനെ ഇവിടെ സൃഷ്ടിച്ചു, അവിടെ എങ്ങനെ വേറെ ആൾക്കാർ വന്നു? അപ്പൊ ഒത്തിരി കുളം. ബൈബിളിന്റെ ഉൽപ്പത്തി തന്നെ കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞതുപോലെ ഡീം. എങ്ങനെയാ ഇതിന് ഉത്തരം പറയുക? ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വരി ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. കൃഷ്ണൻ പറഞ്ഞില്ല നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ കുരിശിൽ കയറാന്ന്. കൃഷ്ണൻ പറഞ്ഞില്ല നീ പാപം ചെയ്താൽ നിന്റെ തലയിലെഴുത്ത്. അതൊന്നും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നിനക്ക് വിശക്കുണ്ടെങ്കിൽ നീ ഊണ് കഴിക്കണമേ, ഞാൻ ഊണ് കഴിച്ചാൽ നിന്റെ വിശപ്പ് എങ്ങനെയാ പോവാ? അപ്പൊ നിങ്ങളുടെ പാപം എല്ലാം കൂടി എടുത്ത് യേശുക്രിസ്തു നേരെ കുരിശിലേറ്റിയാ നിങ്ങളുടെ പാപം എങ്ങനെയാ പോവാ? അത് ശരി, ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. ഞാനിപ്പോൾ പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ വരികളെ ചേർത്തുകൊണ്ടാണ്. ഞാൻ ബഹുമാനിക്കുന്ന, ചിലപ്പോഴൊക്കെ ബഹുമാനിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിള്, എപ്പോഴും ബഹുമാനിക്കാറില്ല. അവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടില്ല. ബക്രീദ് ദിവസം 17 കോടി ഒട്ടകത്തിനെയും ആടിനെയും അറക്കുക ദൈവത്തിന് വേണ്ടി. എന്ത് യുക്തി കൊണ്ട് അതിലൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു തരത്തിലും നിങ്ങൾക്ക് യുക്തിയിട്ടില്ല. ഈ 2 ഗ്രന്ഥങ്ങൾക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഭാരതത്തില് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 1400-ൽ പരം ശാഖകളായിട്ട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത് ഉജ്ജ്വലരായ ഋഷീശ്വരന്മാര്. ധാരണ, ധ്യാന, സമാധി 3 പ്രോസസ്സാണ്. എന്താണത്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ 3 എണ്ണം ധാരണ, ധ്യാന, സമാധി 3ഉം കൂടി ചേർത്ത് അതിനൊരു പേരുണ്ട് സംയമം. നിരന്തരമായിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവ് പിന്നെ സ്വയം പഠിച്ചു പഠിച്ചു പഠിച്ച് വിശകലനം ചെയ്ത് ഉജ്ജ്വലരായിട്ട് ഉയർന്നിട്ടാണ് ഭാരതത്തിലെ സർവ്വഗ്രന്ഥങ്ങളും എഴുതിയത്. ബൈബിൾ അങ്ങനെയല്ല, ഖുർആൻ അങ്ങനെയല്ല. എങ്ങനെയാ എഴുതിയത്? ഒരാളുടെ ശരീരത്തിൽ ദൈവം അങ്ങോട്ട് കയറും,
പിന്നെ അയാൾ പലതും പറയാൻ തുടങ്ങും. അതൊക്കെ ബൈബിളിന്റെ ഭാഗമാകും. യേശയ്യ പറയും, മോശയ്യ പറയും, ലേവിയർ പറയും, നഹൂം പറയും. നഹൂം എന്തുകൊണ്ടാ പറയണത്? ദൈവം അയാളുടെ ശരീരത്തിൽ കയറി പറയിപ്പിക്കുക. നല്ല ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ പറയാ, ദൈവം എൻ്റെ ശരീരത്തിൽ കയറി എന്ന് പറയാ. കയ്യോടെ ഊളം പാറയ്ക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറയും. ദൈവം എൻ്റെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമാണ് തലയ്ക്ക്. ഒരിക്കലും ഞാൻ താഴ്ത്തിക്കെട്ടി പറയല്ല, സാധ്യമല്ല. ദൈവത്തിന് ഒരാളുടെ ശരീരത്തിലും കയറാൻ സാധ്യമല്ല. ചിലപ്പോ അയ്യപ്പൻ പാട്ട് നടത്തുമ്പോ ചിലര് തുള്ളിച്ചാടി ഇതാക്കാറുണ്ട്. അത് ദൈവവും അയ്യപ്പനും കയറിയതൊന്നുമല്ല. അങ്ങനെ അയ്യപ്പനൊന്നും ഇയാളുടെ മനസ്സിലും ശരീരത്തിലും ഒന്നും കയറാനൊന്നും പറ്റില്ല. അയ്യപ്പന് വേറെ എത്രയോ ജോലിയുണ്ട്. അപ്പൊ അങ്ങനെ അയ്യപ്പനോ ആരെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറി തുള്ളുന്നുണ്ടെങ്കിൽ നല്ലൊരു ചൂരൽ കൊണ്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ആരുടെയും ഇവിടെയും ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാൻ കാരണം, ഏത് അറിവാണെങ്കിലും സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്ത് റാഷണൽ തിങ്കിങ് ആൻഡ് ഇന്റലക്ച്വൽ അനാലിസിസ് വിത്തൗട്ട് വിച്ച് ഇഫ് യു ആർ കമ്മിങ് ടു എ കൺക്ലൂഷൻ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് സൂപ്പർസ്റ്റിഷൻ. ഹൂ ടോൾഡ് ദാറ്റ്? ലോർഡ് കൃഷ്ണ. ശ്രീകൃഷ്ണൻ പറഞ്ഞ വരിയാണത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അത് ഓർക്കാം. 2 വരികള് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഉദ്ധരേതാത്മനാത്മാനം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ജ്ഞാനം വിജ്ഞാന സഹിതം. മൂന്നാമത് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടത് സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഭാഗവത സത്രത്തിൽ വന്ന് പ്രഭാഷണം കേട്ട് ഭാഗവതം മൊത്തത്തിൽ കേട്ട് തിരിച്ച് വീട്ടിൽ പോയി അടുത്ത ഭാഗവത സത്രം വരെ നിങ്ങൾ എത്ര ജീവിതത്തിൽ പകർത്തി ഈ ഭാരതീയ ചിന്താധാരകള്, ഈ ഭാഗവത സന്ദേശങ്ങള് ഒരു 10 പോയിന്റ് ജീവിതത്തിൽ പകർത്തിയെങ്കിൽ ഈ ഭാഗവത സത്രം നടത്തുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ എന്തു പ്രയോജനം എന്ന് സ്വയം നോക്കാം. ഒരു കാര്യം ഉറപ്പ്, സമൂഹം മൊത്തം മാറുന്നുണ്ട്. സനാതന ധർമ്മത്തിന് ഉജ്ജ്വലമായ വരവേൽപ്പ് ലഭിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. എല്ലാ സ്ഥലത്തും. ഒരു സ്ഥലത്ത് ഞാൻ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, വെറുതെ പറഞ്ഞു, നമ്മുടെ ചരിത്രത്തില് നമ്മുടെ ഗ്രന്ഥങ്ങളില് ഒരിക്കലും ചിരിക്കുകയും കരയുകയും ചെയ്യാത്ത 2 പേരാ ഉള്ളത്. ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടില്ല, ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടുമില്ല. വേദവ്യാസനും ചിരിച്ചിട്ടില്ല, വേദവ്യാസനും കരഞ്ഞിട്ടില്ല. അപ്പ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സർ വേറൊരാളും കൂടിയുണ്ട് സർ. കുറച്ച് ഇത് പഠിച്ചു എന്ന അഹങ്കാരമുള്ള എനിക്ക് എൻ്റെ കാലിൽ കൂടെ ഇലക്ട്രിസിറ്റി കയറുന്നൊരു ഫീലിംഗ് ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ക്ഷമിക്കുക, ആരാണത്? അദ്ദേഹം ഉറക്കെ പറഞ്ഞു, VS അച്യുതാനന്ദൻ. ഓ, സമാധാനായി. നമ്മുടെ മറ്റേ കാറ്റഗറിപ്പെട്ട പാർട്ടിയല്ല. അപ്പോ നമ്മുടെ ഈ നാടിന്റെ പൈതൃകം എത്ര ഗംഭീരമായിട്ടാ ഓരോരുത്തർ ഉൾക്കൊള്ളുന്നത് എന്ന് അറിയാൻ അപ്പോഴാ തോന്നിയത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, സ്വൽപ്പമവിധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഓരോ അമ്മയും ഓരോ അച്ഛനും, പള്ളിയിലച്ഛനല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ പിതാവും ഓരോ മകനും മകളും അല്പമെങ്കിലും ധർമ്മം, ഭാരതീയ പൈതൃകത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ, ഭാരതീയ സംസ്കൃതിയുടെ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. രാവിലെ 5:30 6 എഴുന്നേൽക്കാം. കിടക്കയിലിരുന്ന് കിഴക്കോട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക, കരാഗ്രേ വസതേ ലക്ഷ്മി, ഒന്ന് ഭൂമി തൊട്ട് തലയിൽ വെക്കുക. എന്നിട്ട് കുളിക്കാതെ വീട്ടിനകത്ത് കറങ്ങി നടക്കരുത്, പല്ല് തേക്കാതെ നാക്കു വടിക്കാതെ വായ തുറന്ന് സംസാരിക്കരുത്. കാരണം നമ്മൾ വേദമന്ത്രങ്ങളിൽ പറയുന്ന അവസാനത്തെ വരിയുണ്ട്, ഓം ശാന്തി ശാന്തി ശാന്തി. 3 ശാന്തി എന്തിനു പറയുന്നു? ആധ്യാത്മിക ശാന്തി, ശരീരത്തിനകത്തെ ശാന്തി, ആദി ഭൗതിക ശാന്തി. നിങ്ങൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 26 അടി റേഡിയസില് നിങ്ങളുടെ എല്ലാ നെഗറ്റീവും സ്വാധീനിക്കും. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് അവിടെ ഉണ്ടാവും. ഈ ഫാനിന്റെ ചുവട്ടിൽ കിടന്ന് വിയർത്ത് കുളിച്ച ആ നാറ്റം വീട്ടിനകത്ത് പകരാതിരിക്കാനാണ്
കുളിക്കാതെ വീട്ടിനകത്ത് നടക്കരുത്, പല്ല് തേക്കാതെ, നാക്ക് പൊടിക്കാതെ വീട്ടിനകത്ത് സംസാരിക്കരുത്. ഈ ഒബ്നോക്ഷ്യസ് മെറ്റീരിയൽ ആൻഡ് ദ സ്മെൽ ദാറ്റ് വിൽ ബി സ്പ്രെഡിങ് ത്രൂ ഔട്ട് യുവർ ഹോം ഹൗസ്. ആ വീട്ടിനകത്ത് പലപ്പോഴും പലരും പറയാറുണ്ട്, വാസ്തു ശരിയല്ല, ഈ ജനലെടുത്ത് ഇവിടെ വെക്കണം, ഈ വാതിലെടുത്ത് ഇവിടെ വെക്കണം, ചൈനയിലെ കുങ്ഫുവോ ഷിങ്ഫുവോ എന്തോരെണ്ണം വീട്ടിൽ വെക്കണം. ശരി, ഇതൊന്നും ആവശ്യമില്ല. ഒരു പ്രശ്നവും വെക്കേണ്ട, ഒരു ജ്യോതിഷവും കാണേണ്ട, ഒരു കുങ്ഫുവും വേണ്ട, ഒരു ഷിയാങ് കൈഷേക്കും വേണ്ട. വീട്ടിനകത്ത് മര്യാദയ്ക്ക് കുളിച്ച് പല്ല് തേച്ച് ഒരു 10 മിനിറ്റ് വീട്ടിനകത്ത് പ്രാർത്ഥിക്കുക. വീണ്ടും ഞാനിത് പറയാൻ കാരണം ഉപദേശിച്ചതല്ല, കൃഷ്ണന്റെ വരി 21st സെഞ്ചുറിയിലേക്കുള്ളത്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ, ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. അതുകൊണ്ട് രാവിലെ എല്ലാ മക്കളുടെ കൂട്ടത്തിലിരുന്ന് 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഉറക്കെ മന്ത്രം ജപിക്കണം. നിങ്ങളുടെ വലത് സൈഡിൽ 7 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 7ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ മന്ത്രം ജപിക്കണം. ആ സമയത്താണ് ആധ്യാത്മിക ശാന്തിയും ആദി ഭൗതിക ശാന്തിയും ഉണ്ടാകുന്നത്. ആദി ദേവതാ ശാന്തി നിങ്ങൾ തൽക്കാലം വിഷമിക്കേണ്ട. അത് സെലസ്റ്റിയൽ ബോഡീസും ക്ലൗഡും മൗണ്ടനും സീ ആൻഡ് ദ ഫോറസ്റ്റ് എല്ലാം കൂടി ചേർന്നതാണ്. നമ്മളുടേതായ ശരീരത്തിനകത്തെ ഹാർട്ട്, ലിവർ, ലങ്സ്, ഐസ്, നോസ് ആൻഡ് ടങ് ആൻഡ് ഇയേഴ്സ് ആൻഡ് ബ്രെയിൻ ആൻഡ് എവറിത്തിങ് ഇസ് ടു ബി പെർഫെക്റ്റ്. അതിനുവേണ്ടി ഈ മന്ത്രം ജപിക്കാം. മക്കളെ കൊണ്ട് ജപിപ്പിക്കണം. സ്വൽപമപ്യസ്യ ധർമ്മസ്യ. മക്കൾ ഒരു 5 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യണം. 5 നമസ്കാരം. എന്തിന് സൂര്യ നമസ്കാരം ചെയ്യണം? മക്കളോട് പറയരുത്, സൂര്യൻ അവിടെ നിന്ന് വന്ന് നിന്റെ തലയിൽ കൈവച്ച് ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന് പറഞ്ഞ് സൂര്യൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് മക്കളോട് പറഞ്ഞാൽ പിന്നെ മക്കളെ സൂര്യ നമസ്കാരം ചെയ്യില്ല. എന്താ കാരണം? ആ സൂര്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന തലയ്ക്ക് കൈവച്ചാൽ കൃഷ്ണ രാമ ഗോവിന്ദ 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂര്യൻ കത്തുന്നത്. അതുകൊണ്ട് എന്താ പറയേണ്ടത്? 186 മൂവബിൾ ജോയിന്റ് ഉള്ള നമ്മളുടെ ശരീരത്തിനകത്ത് ഹാർമോണിയസ് ആയിട്ടുള്ള എക്സർസൈസിന് വിധേയമാവുകയും ആത്മീയതയുടെ നന്മ മനസ്സിന് ലഭിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു എക്സർസൈസിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ദ കിങ് ഓഫ് ദി എക്സർസൈസസ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യണം ഫോർ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കാതിരിക്കില്ല. അമ്മമാരെ, രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം അമ്മമാര് വീട്ടിൽ സംസാരിക്കുമ്പോൾ അച്ഛന്മാരും ഒന്ന് ശാന്തമായിട്ട് സംസാരിച്ചു നോക്കുക. ഈ സാമ്പാറിന് ഉപ്പില്ല മുളകുമില്ല, എങ്ങനെയാ മനുഷ്യൻ തിന്നുന്നത്? എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നത്? സാമ്പാറിന് ഉപ്പ് കുറവാണ്, മുളക് കുറവാണ്. ആചാരത്തിന്റെ ഭാഗമാണ് ശാന്തമായിട്ട് സംസാരിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിക്കണം. സ്വൽപമപ്യസ്യ ധർമ്മസ്യ. വീണ്ടും ഞാൻ അതേ വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, മറ്റൊരു വഴിയിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്തിനാ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം? എന്നാ തീരുന്നേന്ന് അറിഞ്ഞുകൂടാ നമ്മുടെയൊക്കെ കഥയെ. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു നമ്മളൊക്കെ പെർമനന്റ് ആണെന്ന്. കൃഷ്ണൻ പറഞ്ഞു, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുവോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യേ അർത്ഥേ നത്വം ശോചിതുമർഹസി. അർത്ഥം മനസ്സിലാവുന്നില്ലല്ലോ അല്ലേ? സാരമില്ല, മരണമുണ്ട് അർജുന നമുക്കെല്ലാവർക്കും. ചാർമിനാറിൽ നിന്നൊരാൾ ആത്മഹത്യ ചെയ്യാൻ എടുത്ത് ചാടിയ കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു ഒരു ചാട്ടം ചാടി. വീണത് സർദാർജിയുടെ തലയിൽ. സർദാർജി മരിച്ചു, ചാടിയവനൊന്നും പറ്റിയില്ല. അപ്പോ നമ്മളൊന്നും മരിക്കാൻ നമ്മൾ കാരണം ഉണ്ടാക്കണം എന്നില്ല, ആരെങ്കിലും കാരണം ഉണ്ടാക്കിയാലും മതി. അപ്പോ ഇവിടെ 8:30 മണിക്ക് പ്രഭാഷണത്തിന് എത്തണം. ശ്രീവല്ലഭനെയും വിളിച്ചു, മറ്റെല്ലാവരെയും വിളിച്ചു. എങ്ങനെയാ വരിക? മൊത്തം ആലപ്പുഴ മുതൽക്ക് ട്രാഫിക് ബ്ലോക്ക്. ഇവിടെ 8:30 എത്തിയില്ലെങ്കിൽ ഈ സ്റ്റേജിൽ കയറി ധർമ്മം പ്രസംഗിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്തോന്ന് ധർമ്മം പ്രസംഗിക്കാൻ അവകാശം? അയാൾ വന്നത് തന്നെ 1 മണിക്കൂർ വൈകിട്ട്. എന്താ ഉറക്കെ പറഞ്ഞില്ലെങ്കിലും പതുക്കെ പറയില്ലേ എല്ലാവരും? അവിടെ നിന്നുകൊണ്ട് കൃഷ്ണനെയും ശ്രീവല്ലഭനെയും ഞങ്ങൾ 5 പേര് വിചാരിച്ചു ഒന്ന് അവിടെ എത്തിക്കണം. ഈശ്വരൻ വന്നത് എങ്ങനെയറിയോ? ഒരു ആംബുലൻസിന്റെ രൂപത്തിൽ. ഞങ്ങളുടെ കാറിന്റെ മുമ്പിൽ ഒരു ആംബുലൻസ് തിരു തകൃതിയായിട്ട് ഹോണും അടിച്ചോണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള കുമാർ എന്ന് പറയുന്ന ആള് ആംബുലൻസിനകത്തിരിക്കുന്നവരുടെ ബന്ധുക്കളാണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ വിട്ടു. ഒരു പ്രശ്നവും ഇല്ല. ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരെ സത്യം ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എത്തില്ല. ഇവിടെ
ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴ മുതൽക്ക് ട്രാഫിക് ബ്ലോക്ക്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്തും സാധ്യമല്ല. അപ്പോഴാ മനസ്സിലായത് ഈശ്വരനുണ്ട് എന്ന്. EK നായനാര് പറഞ്ഞില്ലേ, മുകളിലൊരു പാർട്ടി ഉണ്ട്. അത് തന്നെ. എന്ത് ഭംഗിയായിട്ട് ആ ജീവിതത്തിൽ നമുക്ക് അനുഭവം വരിക. പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, അനുമാനം പ്രമാണം എന്ന് പറഞ്ഞതുപോലെ തിരിച്ചു വരിക. കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, വീട്ടിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. എന്ത് വീട്ടിൽ സംഭവിച്ചാലും ഭാര്യയും ഭർത്താവും മക്കളും നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും ഇന്ന് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയം ഇതിമാം മത്വാ ക്ഷമസ്വ ജനാർദ്ദന. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. എന്തൊരു മാറ്റമാ വരുന്നതെന്നറിയാമോ? നമ്മൾ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല കൊടും നിരീശ്വരവാദികൾ പ്രാർത്ഥിക്കാറുണ്ട് വാതിലടച്ചിട്ട്. പിന്നെയാണോ നമുക്ക്? നമ്മളും പ്രാർത്ഥിക്കണം. വാതിൽ തുറന്ന് പ്രാർത്ഥിക്കുക, ഈശ്വര വിശ്വാസിയാണെങ്കിൽ. നിരീശ്വരവാദിയാണെങ്കിൽ വാതിലടച്ച് പ്രാർത്ഥിക്കുക. ദാറ്റ് ഈസ് ഓൾ. ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. ബട്ട് പ്രയർ ഈസ് ഇന്നെവിറ്റബിൾ. വീട്ടിനകത്ത് ഈ മാറ്റം വരുത്താൻ സാധിച്ചാൽ ഉറപ്പ് പറയുന്നു, ആരോ സ്വാമിജി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിരുന്നു, കേരളത്തിൽ ആത്മഹത്യയുടെ റേറ്റ് കൂടുന്നു എന്ന. ഇല്ല, കുറയും. ഈ ഒരു സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. അതിഭയാനകമായ ഏത് നെഗറ്റീവിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ചെറിയ ആചാരങ്ങൾ. ഓഫീസിലേക്ക് പോകുന്ന ഭർത്താവിനെ ഒന്ന് ഗേറ്റ് വരെ ഭാര്യ കൊണ്ടാക്കുക. പലപ്പോഴും എന്താ ചെയ്യുക? നിങ്ങൾക്ക് പോകാറായെങ്കിൽ വേഗം പോകണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വാതിലടക്കാൻ. അതല്ല വേണ്ടത്. ഒന്ന് പുറത്തേക്ക് പോവുക. എന്തെന്നാ ഇപ്പൊ വരാൻ പോകുന്നത്? ബാങ്കിലെ ബാലൻസ് ഒന്നും തീരാൻ പോണില്ല. വീട്ടിലേക്ക് വരുന്ന ഭാര്യ, ഭർത്താവ് വൈകി വന്നാലും ഒന്ന് ചിരിച്ചുകൊണ്ട് വരണം, അകത്തേക്ക് ഇരിക്കണം. അങ്ങ് കേറി വരുമ്പോ പറയരുത്, ഇന്നലെ കൊണ്ടുവന്ന കത്തിരിക്കയിൽ മൊത്തം പുഴുവാണ്, മനുഷ്യരാരെങ്കിലും തിന്നുവോ എന്ന് ഭർത്താവ് കയറി വരുമ്പോ പറയരുത്. വളരെ സൈലന്റ്. എന്ത് നല്ല രീതിയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങൾക്ക് ആചാരങ്ങളെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിഫിക് ഹെറിറ്റേജുമായി ബന്ധപ്പെടുക. ദ റിപ്ലൈ യു വിൽ ബി ഗെറ്റിംഗ് within 24 hours provided I am in Trivandrum. മാനസിക നന്മയ്ക്ക്, ശാരീരിക നന്മയ്ക്ക്, കുടുംബ ഭദ്രതയ്ക്ക്, സാമൂഹിക നന്മയ്ക്ക്, രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് 5 കാര്യത്തിനാണ് ഭാരതീയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അപ്പൊ 3 വരി പറഞ്ഞു. 4ാമത്തെ വരി എല്ലാവരും, ഭാഗവത സത്രത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി മെമ്പേഴ്സും ഉൾപ്പെടെ സർവരും ആർക്കെങ്കിലും തലക്കനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഉണ്ടാവാൻ സാധ്യതയില്ല, ഇനി ഉണ്ടാവുകയാണെങ്കിൽ, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞൊരു വരിയുണ്ട്. നിമിത്തമാത്രം ഭവസവ്യസാചിൻ, നിമിത്തമാത്രം ഭവസവ്യസാചിൻ. ചെറിയ വാക്കുകൾ. നിമിത്തമാത്രം ഭവസവ്യസാചിൻ. ഹേ അർജുന, നീ ഈശ്വരന്റെ കയ്യിൽ വെറും ഒരു ഉപകരണം മാത്രം. യു തിങ്ക് ദാറ്റ് യു ആർ ഗ്രേറ്റ്, നത്തിങ്. You are such a small creature out of 1.6 million type of animal. You are one of the animal. 2 കാലുണ്ട്, അതൊന്ന് ഡ്രസ് ഇടുന്നുണ്ട്, 2ാമത്തെ പ്രത്യേകം. 3ാമത്തേത് 2 രീതിയിൽ ചിരിക്കാനറിയും. ഒന്ന് പാര വെച്ച്, പിന്നൊന്ന് യഥാർത്ഥത്തിൽ. ഇതല്ലാണ്ട് മനുഷ്യന് മറ്റൊന്നുമായിട്ട് ഒരു പ്രത്യേകതയില്ല. നീയൊക്കെ ഈശ്വരന്റെ കയ്യില് ഒരു ഉപകരണം മാത്രമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ചിന്തിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് AK ആന്റണി, മറ്റൊന്ന് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഈശ്വരന്റെ കയ്യിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നിമിത്തമാത്രം ഭവസവ്യസാചിൻ. നമ്മളെല്ലാം ഈശ്വരന്റെ കയ്യില് ഒരു ഉപകരണം മാത്രമാണ്. ഒന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഞങ്ങളെങ്ങനെ ചിന്തിക്കാറുണ്ട് കുറെ കാലമായി. അപ്പോഴാ തോന്നുന്നത് എത്ര വെയിറ്റ് ഉണ്ട്
63.2 കിലോ. അപ്പൊ സാറ് സ്റ്റേജ് കയറുമ്പോ എത്ര വെയിറ്റ് ഉണ്ട്? അപ്പോഴും 63.2 കിലോ. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴും 63.2 കിലോ. അപ്പൊ സാറിന്റെ ചുറ്റും ആൾക്കാർ വരുമ്പോ അപ്പോഴും 63.2 കിലോ. കാരണം ഈ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടതിന്റെ ഒരു പ്രയോജനം ഇല്ല. ഞാൻ സയന്റിസ്റ്റ് ആണ്, സോ വാട്ട്? ചത്ത 58 ഗ്രാം ചാരം. ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് എന്നെ ശരീരം എടുത്തിട്ട് വിറകിന്റെ മുകളിൽ വെച്ചെന്ന് വിചാരിക്കാം. അത് കർക്കിടക മാസത്തിലാണ് സംഭവിച്ചെങ്കിൽ എൻ്റെ മകൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കും, കുറച്ച് മണ്ണെണ്ണ മേത്ത് കയറി വെച്ചിട്ട് അത് തീ കത്തിക്കും. കർക്കിടക മാസത്തിലല്ല എങ്കിൽ ഉണങ്ങിയ വിറകുണ്ടാവും. അപ്പൊ തന്നെ കത്തുമെങ്കിൽ അവൻ വിചാരിക്കും അച്ഛാ ഒന്ന് വേഗം തീരണേ, എനിക്ക് സമയമില്ല, കാഷ്വൽ ലീവ് മെയിൻ ലീവ് ഒന്നും ഇല്ല, പറ്റുമെങ്കിൽ വേഗം കത്തിക്കാം. ഞാൻ 1.5 ടൺ വിറക് ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കി വല്ലതും വരികയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമല്ല, നിങ്ങൾ ചെയ്ത മഹാപാപം. ഞാൻ പറഞ്ഞതിന്റെ സ്പീഡ് കൂടിയില്ലല്ലോ. ആ മനുഷ്യ എല്ലാവരും 58 ഗ്രാം ചാരം. ആരാധ്യനായ ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭഗവതി പൂജ നടത്താറുണ്ട്, തീൻമൂർത്തി ഭവനിൽ. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് വന്ന് ചോദിച്ചു അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. എല്ലാ ആഗ്രഹവും അദ്ദേഹത്തിന് അവസാനത്തേതായിരുന്നു. ഏതായാലും ഒരാഗ്രഹം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരീശ്വരവാദിയാണെങ്കിലും എൻ്റെ ചിതാഭസ്മം ഹിമാലയത്തിലും ഗംഗയിലും യമുനയിലും ഒഴുക്കണം എന്ന് പറഞ്ഞു. എന്തായാലും അത് കോടതിയിൽ പോകണമെന്ന് പറഞ്ഞില്ല, മഹാഭാഗ്യം. അങ്ങനെ നേരെ ഹിമാലയത്തിലേക്ക്. ആ ചിതാഭസ്മത്തിൽ എന്താ ഉള്ളത്? കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, സിലിക്കൺ ഡൈ ഓക്സൈഡ്, 9 ഗ്രാം അയൺ ഓക്സൈഡ്, വേറെ ഒന്നുമില്ല. നെഹ്റു ഒന്നും ഇതിനകത്തില്ല, വെറും ചാരം. ആ ചാരം കൊണ്ടുപോയി തെങ്ങിന്റെ കടയിലിട്ടാൽ അത് നേരെ തെങ്ങ് വലിച്ചെടുത്ത് കരിക്കിലുണ്ടാവും. ആ കരിക്ക് നിങ്ങൾ ആരെങ്കിലും കുടിച്ചാൽ നെഹ്റുവിന്റെ ചാരം നിങ്ങളുടെ വയറ്റിനകത്താം. വേറെ ഒന്നുമില്ല അതില്. പിന്നെ എന്തിനത് ചെയ്യണം? ഇവിടെ എല്ലാമാണ് നമ്മളെ ഒന്ന് ചിന്തിക്കാം. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ PP ഗംഗാധരൻ സാറ്, ഓങ്കോളജിസ്റ്റ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവിതം എന്ന അത്ഭുതം. അതൊന്ന് വായിച്ചു നോക്കുക. തലക്കനമുള്ള ആരുടെയെങ്കിലും കയ്യിൽ അദ്ദേഹത്തിന് ജന്മദിന പ്രസന്റേഷനായിട്ട് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ വെയിറ്റ് 95 കിലോയിൽ നിന്ന് തന്നെ 63 കിലോ ആയിട്ട് താഴും. അന്നത്തെ ദിവസം താഴും. വായിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം എന്ന അത്ഭുതം, VP ഗംഗാധരന്റെ അനുഭവങ്ങള് അനിയൻ എന്ന വ്യക്തി എഴുതി DC ബുക്സ് പബ്ലിഷ് ചെയ്തതാണത്. ഒന്ന് നോക്കണം. 38 സംഭവങ്ങൾ വായിച്ചാൽ പൊട്ടിക്കരയാതിരിക്കില്ല ജീവിതത്തില്. കരയുന്നത് 1 മണിക്കൂറല്ല, ഓരോ ചാപ്റ്ററും വായിക്കുമ്പോൾ നിങ്ങൾ കരയും. അതാണ് അതിന്റെ പ്രത്യേകത. എന്തിനാ ഇതിപ്പോ ഞാൻ പറഞ്ഞത്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നമ്മളൊക്കെ ജഗതീശ്വരന്റെ കയ്യിൽ വെറും ഉപകരണമാണ് എന്ന് ശ്രീകൃഷ്ണൻ എത്ര പച്ചയ്ക്കാ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഇനിയുള്ളത് ബൈഹാർട്ടാക്കണം എന്നില്ല. ഈ 4 എണ്ണം ബൈഹാർട്ടാക്കണം. ഒന്നാമത്തേത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉദ്ധരേതാത്മനാത്മാനം. രണ്ടാമത്തേത് ജ്ഞാനം വിജ്ഞാന സഹിതം. മൂന്നാമത്തേത് സ്വൽപമപ്യസ്യ ധർമ്മസ്യ. നാലാമത്തേത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഈ ഭാഗവത സത്രം ധന്യമാവും. ഉറപ്പ്. ബോത്ത് തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് നോളജ് ആർ കമ്മിങ് ടുഗദർ ഇൻ ദീസ് 4 ലൈൻസ്. അതുകൊണ്ടാണ് അതിന് പ്രത്യേകത പറഞ്ഞത്. അതുപോലെ നേരത്തെ പറഞ്ഞത് മറക്കരുത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം നൽകിയത് ഭഗവത്ഗീത, ഓപ്പൻ ഹീമർക്ക് ആവേശം നൽകിയത് ഭഗവത്ഗീത, അതുപോലെ ഗോർബച്ചേവിന് ആവേശം നൽകിയത് ഭഗവത്ഗീത, അമേരിക്കയിൽ 4000 സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത, 168 യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത. ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ സ്റ്റാച്യു മോസ്കോയിൽ വരുന്നു. ജീവിതത്തിൽ ശ്രീകൃഷ്ണനെ പോലെ ജീവിത ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും ദുഃഖിക്കാത്ത, കരയാത്ത, മറ്റുള്ളവരെ രാജാവാക്കി വാഴിക്കുമ്പോഴും സ്വയം രാജാവാകാത്ത ആ ശ്രീകൃഷ്ണന്റെ വരികള് മക്കളോട് പറയണം. ഏത് നഹി കശ്ചിക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. എന്റെ പ്രിയപ്പെട്ട മകനെ, നമുക്ക് ജഗതീശ്വരൻ ഇങ്ങനെ ഒരു ജന്മം നൽകി. ഈ ജന്മത്തില് നിനക്ക് പറ്റുന്നതെല്ലാം നീ ചെയ്യണം. നിനക്കൊരു ധർമ്മം ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ ധർമ്മം നീ സന്തോഷത്തോടു കൂടി 1 മിനിറ്റ് പോലും വിശ്രമിക്കാതെ ചെയ്യണം. ആ മാനസികാവസ്ഥ നിനക്കുണ്ടാകണം. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭുക്ഷ്യതി മഹീം. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭുക്ഷ്യതി മഹീം.
നിന്റെ കർമ്മം നീ അനുഷ്ഠിക്കുന്ന സമയത്ത് പരാജയപ്പെടുകയാണെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി. വിജയിക്കുകയാണെങ്കിൽ ആ വിജയത്തിന്റെ നല്ല ഫലങ്ങൾ ആസ്വദിക്കുക. പക്ഷേ നിന്റെ കർമ്മം നീ ചെയ്യ. ഒരു സയൻസും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കാം. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കർത്തവ്യം ചാർട്ടേഡ് അക്കൗണ്ടന്റോ ഡോക്ടറോ ക്ലർക്കോ പ്യൂണോ അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറോ പോലീസുകാരനോ ക്ലർക്കോ ആരുമാകട്ടെ, നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ പ്രവർത്തനം ധർമ്മം 1 മണിക്കൂർ നാം ചെയ്യുകയാണെങ്കിൽ, നിറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ 17 കാലറി എനർജിയാ വേണ്ടി വരുന്നത്. അതേ ജോലി പകുതി മനസ്സോടുകൂടി ദേഷ്യപ്പെട്ട് വാശിയോടുകൂടി ശപിച്ചുകൊണ്ട് ആണ് അതേ ജോലി 1 മണിക്കൂർ ചെയ്യുന്നതെങ്കിൽ 100 കലോറി ഹീറ്റാ വേണ്ടി വരുന്നത്. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? സന്തോഷത്തോടുകൂടി ഒരു ജോലി ചെയ്യുക, വളരെ ദേഷ്യപ്പെട്ട് അതേ ജോലി ചെയ്യുക. ദേഷ്യപ്പെട്ടും ദുഃഖത്തോടും വാശിയോടും പകയോടും വിപരീത മനോഭാവത്തോടും കൂടി ഒരു ജോലി ചെയ്യുമ്പോൾ 100 കലോറി താപം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആകുമ്പോൾ, നല്ല സന്തോഷത്തോടു കൂടി അതേ ജോലി ചെയ്യുമ്പോൾ 17 കലോറി താപമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു ഉജ്ജ്വലമായ. ഏത് ജോലി ചെയ്യുമ്പോഴും സന്തോഷത്തോടു കൂടി ചെയ്യാം. T.S. എലിയട്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മഹാകവിയുണ്ട്. അദ്ദേഹം എന്താ പറയാന്നറിയോ? അദ്ദേഹം പറയാൻ പോകുന്ന വരിയേക്കാൾ മുമ്പൊന്ന്, നമ്മൾ ഏതാണ്ട് ഭൂമിയിൽ 26,500 ദിവസം ജീവിക്കുന്നു. ഒരു ദിവസം 24,000 ചില്വാനം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യാറുണ്ട്. 24,000 പ്രാവശ്യം ഒരു ദിവസത്തില് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത്രയും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനെ നോക്കിയിട്ട് എലിയട്ട് പറഞ്ഞൊരു വരിയുണ്ട്, എവ്രി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. അർത്ഥം മനസ്സിലായല്ലോ? ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നിങ്ങൾ ശ്മശാനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ നിയറിംഗ് ടു ദ ഗ്രേവ്യാർഡ്. സോ വാട്ട് ഷുഡ് ബി ഡൺ? നമ്മുടെ ദൗത്യം സന്തോഷത്തോടു കൂടി ചെയ്യാം, ഉജ്ജ്വലമായിട്ട് ചെയ്യാം. 1 കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചായ കുടിക്കുക. ഊണ് കഴിക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഊണ് കഴിക്കുക. അറിഞ്ഞൂടാ അത് അവസാനത്തെ ഊണാണോന്ന്. അതുകൊണ്ട് ഓരോ മിനിറ്റും പഴയ നമ്പൂതിരിമാര് ഊണ് കഴിക്കുന്നതിന് മുമ്പ് അവരൊരാചാരം ചെയ്യാറുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഓംഭൂർഭുവസ്വഹ ഋതവാസത്യേന വൃഷിഞ്ജയാമി ഭൂർഭുവസ്വരോ മന്ദശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷട്കാര ത്വം വിഷ്ണു വൃഷപര പ്രാണായ സ്വഹ അപാനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ. ഈ ചോറ് കണ്ടുകൊണ്ട് കഴിയുന്നതും വേഗം കഴിക്കാൻ ഇടവരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രം പറയുന്നത്. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. എന്താ ചെയ്യുക? കുറച്ച് ചോറെടുത്ത് വലത് സൈഡിൽ വെക്കും. 1, 2, 3 എന്ന് പറയും. അതിനൊരു മന്ത്രമുണ്ട്. എന്താ മന്ത്രം? ധർമ്മരാജായ മൃത്യവേച അന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിദുംബരായ ദർദനായ നീലായ പരമേഷ്ഠിനെ വൃകോദരായ ചിത്രായ ചിത്രഗുപ്തായ ദേ നമഃ. അർത്ഥം മനസ്സിലായല്ലോ? ചോറ്, എലിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി, കൊലശ്ശേരി അതുപോലെയുള്ളതെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് സാമ്പാറും ഉണ്ട്. ഈ സമയത്താണ് യമനും ധർമ്മരാജനും കാലനും ചിത്രഗുപ്തനും. അപ്പൊ തിരുമേനിയോട് ചോദിക്കുക, തിരുമേനി നല്ല ചോറ് വിളമ്പിയിട്ട് എന്തിനാ ഈ യമനെയും കാലനെയും ചിത്രഗുപ്തനെയും ഇപ്പൊ വിളിച്ചത്? ഗോപാലകൃഷ്ണ, ഇത് തീരണ വരെയെങ്കിലും എന്നെ കൊണ്ടുപോവല്ലേ എന്ന് പറയാനാണ്. കൃത്യാണതേ. ഇത് തീരുന്നൊരുറപ്പില്ല. ഇവിടെയാണ് ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ചിത്വാ വാ ഭുക്ഷ്യത്തെ മഹീം. നിന്റെ കർമ്മം ചെയ്യാനുള്ളത് ചെയ്യ. അതിൽ പരാജയപ്പെടുന്നോ വിജയിക്കുന്നോ എന്നൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അർജുന, അമ്മയ്ക്കൊരു കർമ്മമുണ്ട്, അച്ഛനൊരു ധർമ്മമുണ്ട്, പുത്രന് പുത്രധർമ്മം, പുത്രിക്ക് പുത്രീധർമ്മം, സഹോദരന് സഹോദര ഭ്രാതൃധർമ്മം, സഹോദരിക്ക് ഭഗിനീധർമ്മം.
പത്നീധർമ്മം, ഭർത്തൃധർമ്മം, സർവർക്കും ഒരു ധർമ്മമുണ്ട്, രാഷ്ട്രീയക്കാർക്കൊഴികെ. അപ്പോൾ ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നീ പരാജയപ്പെടുന്നോ വിജയിക്കുന്നോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. മക്കളോടൊന്ന് പറഞ്ഞു നോക്കുക. രജനി എന്ന കുട്ടി 5 നില കെട്ടിടത്തിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തതുപോലെ നിങ്ങളുടെ മക്കൾക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. കാരണം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. എൻട്രൻസ് എക്സാമിനേഷനാണ് ജീവിതത്തിലെ അവസാനത്തെ എക്സാമിനേഷൻ എന്ന് ധരിക്കരുത്. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗം. അതിനപ്പുറത്ത് എത്രയോ കാര്യങ്ങളുണ്ട്. ജീവിക്കാൻ പഠിക്കുന്നതിലാണ് എൻട്രൻസിൽ വിജയിക്കേണ്ടത്. അല്ലാണ്ട് മാർക്ക് കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രിയിലേക്ക് കിട്ടുമോ കിട്ടാതിരിക്കുന്നതിലോ അല്ല. അത് വേണം, നിർബന്ധം. പക്ഷെ അതല്ല അവസാനത്തെ വാക്ക് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം ജീവിതത്തില് എല്ലാം ഉണ്ട്, അതൊന്നും സാരമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. സാധിക്കുമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും മകാരത്തിൽ ആരംഭിക്കുന്ന മാസികകൾ വായിക്കുന്നതിനിടയ്ക്കെങ്കിലും ഈ ഭഗവത്ഗീതയുടെ വരികൾ ഒന്ന് വായിച്ചു നോക്കുക. ദുഃഖേഷു അനുദ്വിഗ്നമന. ദുഃഖം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അർജുന, പരിധിക്കപ്പുറം ഡിപ്രസ്ഡ് ആകരുത് അർജുന. സുഖം വരുമ്പോൾ ആ സുഖത്തിനോടൊപ്പം അപ്പുറം പരിധിക്കപ്പുറം തുള്ളിച്ചാടരുത്. ഒന്നിനോടും പരിധിക്കപ്പുറം ബന്ധം പാടില്ല. ഒരിക്കലും ഭയം പാടില്ല, ഒരിക്കലും ദേഷ്യം പാടില്ല. 5 ഉപദേശ ശ്രീകൃഷ്ണൻ തന്നിരിക്കുന്നത്. അതൊന്ന് ജീവിതത്തിൽ അല്പം പകർത്തിയാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല. കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ് 48%. വേൾഡ് ആവറേജ് 27%. കേരളത്തില് 48%. കഴിഞ്ഞ ഭാഗവത സത്രത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം 44%. എന്താണ് ഇയാൾ മാറ്റി മാറ്റി പറയുന്നത്? എൻ്റെ കുഴപ്പമല്ല, അതാണ് വസ്തുത. അതുകൊണ്ട് 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്, 28% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ and 12.8% rate of increase of skin cancer, 89% rate of increase of hyperacidity as well as blood pressure in Keralites. Why it happened? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പ്ലസ് ഒരു ചോദ്യവും കൂടി. ഇന്ന് പണ്ടത്തെ പോലെ കർക്കിടക മാസത്തില് വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരണ്ട, നനഞ്ഞ വിറക് ഉപയോഗിച്ച് തീ കത്തിക്കണ്ട. ഇഡ്ഡലിക്കും ദോശയ്ക്കും നമുക്ക് അമ്മിക്കല്ലുകൊണ്ട് അല്ലെങ്കിൽ ആട്ടുകല്ലുകൊണ്ട് അരയ്ക്കണ്ട. സാമ്പാറിനും ഇഷ്ടുവിനും ഓലനും എലിശ്ശേരിക്കൊന്നും അമ്മിക്കല്ലുകൊണ്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. വിയർത്താൽ നമ്മൾ വിശറി കൊണ്ട് വീശേണ്ട ആവശ്യമില്ല. ഫാനുണ്ട്. TV-യിലെ 106 ചാനൽ ഒന്ന് മാറ്റണമെങ്കിൽ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഏത് ചാനൽ 16 വേണമെങ്കിൽ 16ാമത്തെ വരെ, 64 വേണമെങ്കിൽ അത് ഏത് വേണമെങ്കിൽ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് മാറ്റാൻ സാധിച്ചിട്ടും കേരളീയർക്ക് എന്തുകൊണ്ട് സന്തോഷമില്ല? വെള്ളം കോരണ്ട, വിറക് കത്തിക്കണ്ട, നനച്ച ഉടുത്ത ഡ്രസ് അലക്കണ്ട, ദോശയ്ക്കും അരിക്കും അരക്കണ്ട, സാമ്പാറിന് അരക്കണ്ട, ചൂടുള്ളപ്പോൾ തണുക്കാനുള്ള ഫെസിലിറ്റി, TV കാണാൻ, വീട്ടിൽ സിനിമ കാണാൻ ഫെസിലിറ്റി, ഇത് സർവ്വതുമുണ്ടായിട്ടും കേരളീയർക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് ഒരൊറ്റ കാരണം, സന്തോഷിക്കണമെന്ന് ആരും പറഞ്ഞില്ല. ഒന്ന് സന്തോഷിച്ച് നോക്കുക. ഈ ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. ഉദ്ധവഗീതയില് ഉദ്ധവൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവസാനം ചോദിക്കുന്നുണ്ട്, കൃഷ്ണ നീ അവതാരമാണ്, കൃഷ്ണ നീ അറിവിന്റെ കൂമ്പാരം, അനുഭവത്തിന്റെ കൂമ്പാരം, നിന്റെ അടുത്ത് നിന്ന് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. നിനക്ക് സ്വർഗാരോഹണത്തിന് സമയമായി, ഈ രാജ്യത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് പോവാണ് കൃഷ്ണ. നിന്റെ അറിവുകൾ ഒന്ന് എനിക്ക് പറഞ്ഞു തരിക, ഞാനത് എഴുതി വെക്കാം, ഭാവി തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കാം. രാമായണത്തില് ത്രേതായുഗത്തില് സരയൂ നദിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ശ്രീരാമനോട് ഹനുമാൻ ഇതേ വരി പറഞ്ഞു. ഹനുമാൻ പറഞ്ഞു, അവതാരമായ ശ്രീരാമ, ഭാരതീയ പൈതൃകത്തിന്റെ അറിവുകൾ ഒന്ന് പറയുക. ഹനുമാനായ ഞാൻ അത് പുസ്തകത്തിൽ എഴുതി വെക്കാം. അവിടെ വെച്ച്
ശ്രീരാമൻ ഹനുമാന് പറഞ്ഞു കൊടുത്തത് ഇന്നറിയപ്പെടുന്നത് മുക്തികോപനിഷത്ത്. ഇന്നറിയപ്പെടുന്നത് മുക്തികോപനിഷത്ത്. ശ്രീകൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തത് ഉദ്ധവഗീത. അതിൽ ഉദ്ധവൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സ്വർഗം എവിടെയാണ്, നരകം എവിടെയാണ്? എല്ലാവരും നിങ്ങളോട് പറയും സ്വർഗം എന്ന് പറയുന്നത് മുകളിലാണ്. ഭാഗവതം വായിക്കുന്ന നമ്പൂതിരിമാരും ചിലപ്പോൾ അങ്ങനെ തന്നെ പറയും. ഇനി മുകളിലാണ് സ്വർഗമെങ്കിൽ നിങ്ങൾ ആരും ആ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്കറിയാം നിങ്ങൾ ആരും ആ കാറ്റഗറിയിൽപ്പെട്ട പാർട്ടിയല്ല. അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് എന്തുകൊണ്ടാ പോകാത്തത്? അതിൽ 141 കസേരയേ ഉള്ളൂ. അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാ. നിങ്ങളെങ്ങനെ